ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബ്രെഡും നേന്ത്രപ്പഴവും കൊണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടാവും. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിനായി ഞാനിവിടെ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. മീഡിയം പഴുപ്പുള്ള പഴമാണ്. അങ്ങനെയുള്ള പഴം വേണം എടുക്കാനായിട്ട്. ഒരുപാടങ്ങ് നന്നായിട്ട് പഴുത്ത് കുഴഞ്ഞു പോയ പഴം എടുക്കരുത്. ഈ 2 നേന്ത്രപ്പഴത്തിൻ്റെയും 2 അറ്റവും കട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ വേണം ഈ ഒരു പലഹാരത്തിന് എടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എത്രയാണോ നിങ്ങൾക്ക് പലഹാരം വേണ്ടത് അതിനനുസരിച്ചുള്ള ബ്രെഡും എടുക്കണം. ഇനി ഈ ബ്രെഡിൻ്റെ 4 അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് കളയൊന്നും വേണ്ട, പൊടിച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം. ഞാനിപ്പോൾ എല്ലാ ബ്രെഡും 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് 2 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എത്രത്തോളം അടിച്ചെടുക്കാവോ അത്രയും നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു ബോർഡിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്തുകൊണ്ട് പരത്തിയെടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ അത് പൊടിഞ്ഞു പോവും. കുറച്ച് ബലം കുറച്ചിട്ട് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഈ ഒരു പരത്തിയെടുത്ത ബ്രെഡിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി കട്ട് ചെയ്ത് വെച്ച പഴത്തിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ബ്രെഡ് ഒന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിന്നൊക്കെ വരും ആ ഒരു ബ്രെഡ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതാ ഇതേപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുട്ടയിലേക്ക് മുക്കിയെടുക്കണം. ഇതിൻ്റെ 2 ഭാഗവും ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത ശേഷം ഇനി നമുക്ക് ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം. ഭയങ്കര സിമ്പിളാണ്, കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. ഇനി അടുത്തതായിട്ട് ഒരെണ്ണം കൂടി കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അതുപോലെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും നോമ്പൊക്കെ വരുമ്പോൾ നമുക്ക് നോമ്പിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു പഴം വെച്ചിട്ട് ബ്രെഡ് മടക്കി എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിന്നൊക്കെ വരും ബ്രെഡ്, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ബ്രെഡ് പൊടിയിൽ ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുമ്പോൾ അത് കറക്റ്റായി നിന്നോളും. ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. നെയ്യില്ലാന്നുണ്ടെങ്കിൽ ബട്ടർ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ ഒരു സ്നാക്ക് നമ്മൾ നെയ്യിൽ ചെയ്തിട്ടെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 1-1.5 മിനിറ്റ് ആകുമ്പോഴേ തന്നെ ഒരു ഭാഗം വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് ഓരോന്നോരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇനി ആ ഒരു ഭാഗം കൂടെ ഒരു 1.5 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. 3 മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിടിലൻ ഒരു പലഹാരം റെഡിയായി കിട്ടും. ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പുറമേ കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പുറം ഭാഗം എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു സ്നാക്കിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.